Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വെള്ളയപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഗോതമ്പ് കൊണ്ടാണ് ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിനകത്ത് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. അതൊന്നും ചേർക്കാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മളിത് പുളിക്കാനൊക്കെ വെക്കുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഈസ്റ്റൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോതമ്പപ്പം ആണിത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, ഇന്നും കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ അപ്പമാണ്. പിന്നെ ഇതിന് നമുക്ക് അരി കുതിർത്ത് വെക്കുകയോ അരി അരയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട, വളരെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പമാണത് കേട്ടോ. അപ്പോൾ ഈ വെള്ളയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇതാ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്നും പരിപ്പ് അല്ലെങ്കിൽ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈസ്റ്റിന് പകരം, ബേക്കിംഗ് സോഡയ്ക്ക് പകരമൊക്കെ മാവ് പൊന്താനും പുളിക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1.5 കപ്പ് ഗോതമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഗോതമ്പിന് 1 ടേബിൾ സ്പൂണോളം ഉഴുന്നും പരിപ്പ് ഒരിക്കലും കൂടാൻ പാടുള്ളതല്ല കേട്ടോ. അപ്പോൾ അന്നേരം ഒത്തിരി അങ്ങ് പുളിച്ച് പോവും, അന്നേരം അപ്പത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഒക്കെ മാറിപ്പോവും. അപ്പോൾ ഇതാ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഉള്ള ഉഴുന്നും പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു 2 മണിക്കൂർ ഞാൻ ഇതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കുകയാണ്. ഇപ്പോൾ ഈസ്റ്റിന് അലർജി ഇല്ല എന്നുള്ളവർക്കൊക്കെ ഈസ്റ്റ് ചേർക്കാം, അത് കുഴപ്പമില്ല. ഞാൻ ഈസ്റ്റ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഉഴുന്നും പരിപ്പ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ അമ്മച്ചിമാർ ഈ ബേക്കിംഗ് സോഡയും ഈസ്റ്റൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഉഴുന്നും പരിപ്പാണ്, അപ്പത്തിനും മാവിനൊക്കെ പുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഈ ഉഴുന്നും പരിപ്പ് 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഉഴുന്നും പരിപ്പൊക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ വലിയൊരു ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു കപ്പോളം 1.5 കപ്പോളം ഗോതമ്പ് മാവ്. ഈ ഞാൻ എടുത്തിരിക്കുന്ന ഗോതമ്പ് മാവിന് കുറച്ച് തവിടൊക്കെ കൂടുതലുള്ള കുറച്ച് നല്ല ഒരു ഗോതമ്പ് മാവാണ്. അതിപ്പോൾ നമുക്ക് എന്ത് ഗോതമ്പ് മാവ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആട്ട, ഈ ആശീർവാദിൻ്റെ അങ്ങനെ ഒത്തിരി ബ്രാൻഡുകളുണ്ട്. അതിൻ്റെ ഒരു 1.5 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്തിട്ടോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് നേരിട്ട് മേടിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ അതേ കപ്പിൽ തന്നെ 1/2 കപ്പോളം മട്ട അരിയുടെ ചോറാണ് കേട്ടോ, വേവിച്ച കുക്ക്ഡ് റൈസാണ്. അതൊരു 1/2 കപ്പോളം മട്ടരിയുടെ ചോറ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് റൈസ്, വൈറ്റ് റൈസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് അതേ കപ്പിൽ തന്നെ 1/2 കപ്പോളം ചെരുവിയ തേങ്ങ. നമ്മളിവിടെ തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്, പകരം തേങ്ങയാണ് ചേർക്കുന്നത്, ചെരുവിയ തേങ്ങ. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ 2 മണിക്കൂർ മുന്നേ കുതിരാൻ വെച്ചിട്ടുള്ള ഉഴുന്നും പരിപ്പ്. ഇതാണ് മെയിൻ ആൾ കേട്ടോ, നമ്മുടെ റൈസിങ് ഏജൻ്റ് ആണ്. ഇതാണ് നമ്മുടെ മാവ് പുളിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സൂത്രം. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് വെള്ളം സാധാരണ 1.5 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ എടുക്കുന്നത് 2-2.25 കപ്പോളം വെള്ളമാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് അത് ഒരുമിച്ചിട്ട് ഒത്തിരി ലൂസായി പോകുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ആദ്യം കുറച്ചൊഴിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനിവിടെ 1.5 കപ്പിനുള്ള ഗോതമ്പ് പൊടിക്ക് ഞാൻ ആദ്യം ഒഴിക്കാൻ പോകുന്നത് ഒരു 2 കപ്പോളം ഉള്ള വെള്ളമാണ്. എന്നിട്ട് നമുക്ക് ബാക്കി അരയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് പതുക്കെ ഒന്ന് മിക്സി ഒന്ന് തുറന്ന് നോക്കി ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാനിവിടെ മാവ് നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഞാനിത് അരച്ച് കഴിഞ്ഞപ്പം എനിക്ക് കുറച്ച് വെള്ളം കുറവ് തോന്നി. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു യുക്തിക്കനുസരിച്ച് ചെയ്യാം കേട്ടോ. കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് അരയ്ക്കുക. ചിലവർക്ക് ഇത് കറക്റ്റ് ആയിരിക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം കൂടെ ചേർത്തിട്ടാണ് മിക്സിയിൽ അടിച്ചത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മാവിന് കുറച്ചൊരു തവിട്, ഞാൻ പറഞ്ഞുവല്ലോ തവിട് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനൊരു കുറച്ചൊരു തവിട് പൊടി പോലെ എടുക്കുന്നത്. ഇപ്പോൾ വേറെ അങ്ങനെ തവിട് നോർമൽ ഒരു ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വൈറ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, ഇത് നമ്മളിനി പുളിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പൊന്താൻ വേണ്ടിയിട്ട് ഒരു 7 മണിക്കൂറോളം ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ അത് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നതിന് മുന്നേ ഞാൻ ഇതിനകത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് ഇളക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഷുഗർ രോഗികൾക്കാണ് അല്ലെങ്കിൽ ഷുഗർ ഉള്ളവർക്ക് ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല, നമുക്കല്ലാതെ തന്നെ നേരിട്ട് പുളിക്കാൻ വയ്ക്കാം. അപ്പോൾ അതാ ഞാൻ ഈ മാവ് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒരു 7 മണിക്കൂറോളം ഞാൻ ഓവൻ്റെ അകത്ത് പതുക്കെ അതിനകത്ത് ലൈറ്റ് ഓൺ ചെയ്തിട്ട് അങ്ങ് വെക്കുവാണ് 7 മണിക്കൂർ. അന്നേരം പെട്ടെന്ന് പുളിച്ച് കിട്ടും. അല്ലാത്ത ഇടങ്ങളിലൊക്കെ ആണെന്നുണ്ട് 7-8 മണിക്കൂർ പുറത്ത് വെച്ചെന്നാലും ആയിക്കോളും. അപ്പോൾ ഇവിടെ ഒരു 7 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവ് നല്ലതുപോലെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ.
കണ്ടോ മാവ് ഒന്ന് പുളിച്ചൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ലപോലെ തന്നെ പുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുട്ടെടുക്കണേക്കാളും മുന്നേ നമ്മൾ ഉപ്പ് ചേർക്കണം. നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടേ ഇല്ല. എപ്പോഴും നമ്മൾ മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാവെല്ലാം നല്ലതുപോലെ പൊന്തി കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചുടുന്നതിൻ്റെ തൊട്ട് മുന്നേ ഇതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്കിത് അപ്പച്ചട്ടിയിൽ പതുക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഇത് അവിടെ അപ്പച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. ഗോതമ്പപ്പം എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണ്. ഇപ്പോൾ ഒത്തിരി ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഈ ചപ്പാത്തിയും അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് മടുക്കുവാണെന്നുകൊണ്ട് ഇതാ നോക്കിക്ക് ഇതുപോലെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. ഗോതമ്പ് നമുക്കറിയാം, ഇപ്പം നമുക്ക് കിട്ടുന്നതിലൊക്കെ വെച്ചിട്ട് ഗോതമ്പാണ് കുറച്ച് നമ്മൾ ഹെൽത്തി ആയിട്ട് കാണുന്നത്. മായൊന്നും അധികമൊന്നും ഇല്ലാതെ കിട്ടുന്നത് നമുക്ക് ഗോതമ്പാണ്. അപ്പോൾ ഈ ഗോതമ്പ് വെച്ചിട്ട് തന്നെ നോക്കിക്ക് നല്ല അടിപൊളി അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ അപ്പം ഉള്ളൊക്കെ ഭയങ്കര സോഫ്റ്റുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ചുറ്റുവട്ടമുള്ള ഒരു ഔട്ടർ സംഭവം നല്ല ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോതമ്പപ്പം. ഇത് വളരെ എളുപ്പമല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത്ര എളുപ്പമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അരി ഒന്നും കുതിരാൻ വെക്കേണ്ട, അരയ്ക്കേണ്ട, അങ്ങനത്തെ പാടൊന്നുമില്ല. നമുക്ക് വീട്ടിൽ ഗോതമ്പിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഗോതമ്പപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടില്ലേ. വളരെ ഹെൽത്തി ആയിട്ടും വളരെ ഈസി ആയിട്ടും അരി കുതിർക്കണ്ട, അരി കഴുകണ്ട, അരി കുതിർക്കണ്ട, അരി അരയ്ക്കണ്ട, അത്ര എളുപ്പത്തിൽ വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗോതമ്പപ്പമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.